കൈക്കൂലി കേസിൽ തെളിവുകളുണ്ടായിട്ടും ജയിൽ ഡിഐജി എം.കെ. വിനോദ് കുമാറിനെതിരെ സസ്പെൻഷനിൽ മാത്രം നടപടിയൊതുക്കി ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പിന്റെ നടപടിക്കെതിരെ വിമർശനം ഉയർന്നു. കൃത്യനിർവഹണത്തിൽ വഴിവിട്ട സഹായങ്ങൾ ചെയ്തു എന്ന വിജിലൻസ് കണ്ടെത്തിയിട്ടും വിനോദ് കുമാറിനെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. ജയിൽ ഡിഐജി എം.കെ. വിനോദ് കുമാർ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞതാണ്. തടവുകാർക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്യുന്നതിലൂടെ പണപ്പിരിവ് നടത്തുകയും സ്വത്ത് സമ്പാദിച്ചുവെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടും വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിൽ മാത്രമാണ് ആഭ്യന്തര വകുപ്പ് ഒതുക്കിയത്. പദവിക്ക് യോജിക്കാത്ത തരത്തിൽ പ്രവർത്തിച്ചുവെന്ന് തെളിഞ്ഞിട്ടും ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടിയിലേക്ക് മുഖ്യമന്ത്രി കടന്നിട്ടില്ല. പ്രാഥമിക നടപടി മാത്രമാണ് സ്വീകരിച്ചത്. വിനോദ് കുമാറിന് തെറ്റുപറ്റി എന്ന് തെളിഞ്ഞിട്ടും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും സംരക്ഷിക്കുന്ന നിലപാട് തുടരുകയാണ്. വിയൂർ ജയിലിൽ കഴിയുന്ന TP കൊലക്കേസ് പ്രതികൾക്ക് പോലും ജയിലിൽ സുഖസൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തതിന് ബന്ധുക്കളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയ ഉദ്യോഗസ്ഥനാണ്. ഇതൊക്കെ തെളിഞ്ഞിട്ടും ദിവസങ്ങൾ കഴിഞ്ഞാണ് സസ്പെൻഷൻ എന്ന നടപടി പോലും നടപ്പാക്കിയത്. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടിയെടുക്കുമെന്ന് പലതവണ ആവർത്തിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പോലീസ് സേനയിലെ ഈ വീഴ്ചകളെ മറച്ചുപിടിക്കുവാനും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുവാനും ശ്രമിക്കുന്നത്. ഈ നിലപാടിനെതിരെ ആക്ഷേപവും ശക്തമാവുകയാണ്. ജനം, തിരുവനന്തപുരം.